ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഇപ്പോൾ 6:30 മണിയായി. ഇതുവരെ ആയിട്ടും മഴ തോർന്നിട്ടില്ല. നല്ല ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റുമായിരുന്നു. ആ കാറ്റ് കാരണം ഞങ്ങൾക്കും കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഇതാ കണ്ടില്ലേ, ഞങ്ങളുടെ അടുത്ത ഓമയും ഒടിഞ്ഞു വീണു കൂട്ടുകാരെ. ഞങ്ങൾക്ക് മൊത്തത്തിൽ 2 ഓമയായിരുന്നേ ഉണ്ടായിരുന്നത്. 2 നല്ല ഇനത്തിലുള്ള നല്ല വലിപ്പമുള്ള നല്ല മധുരമുള്ള ഓമയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഒരെണ്ണം തന്നെ അങ്ങ് ഒടിഞ്ഞു വീണു. അതിൽ നിന്ന് ഒരു ഓമയ്ക്കേ ഞങ്ങൾ പറിച്ചിട്ടുള്ളൂ, പക്ഷേ അത് ഒടിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം നിൽപ്പുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കായിരുന്നു. പോയി നോക്കിയപ്പോഴത്തേക്കൊണ്ടടാ അടിച്ചിട്ടതുപോലെ തറയെ കിടക്കുന്നു. അത് മറ്റേ അപ്പുറത്തെ വീട്ടുകാരുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ രാത്രി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇരുട്ടും കറണ്ടും ഒന്നുമില്ലായിരുന്നു. പിന്നെ അതുമല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു രാവിലെ എണീറ്റ് ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന്. വേണ്ട കുറേ ഓമയ്ക്കായി നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ? അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരാഴ്ച ഓമവാരമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഓമയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും. ഓമയ്ക്ക തോരൻ, ഓമയ്ക്ക പച്ചടി, ഓമയ്ക്ക കറി, പിന്നെ എന്തോ ഓമയ്ക്ക അച്ചാറ് തുടങ്ങിയ എല്ലാ വിഭവങ്ങളും കാണും. പിന്നെ എനിക്കൊരു ഓമ മാത്രമേ ഒടിഞ്ഞു വീണിട്ടുള്ളൂ. പിന്നെ ബാക്കി എൻ്റെ ചെടികളെല്ലാം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. വേറെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലോ കുറേ റബ്ബറുകൾ ഇങ്ങനെ ഒടിഞ്ഞു വീണ് കിടക്കുകയാണ്. റബ്ബർ തോട്ടത്തിനകത്ത് അത് നമുക്ക് രാത്രി നല്ല ശബ്ദം കേൾക്കാമായിരുന്നു. രാത്രി നല്ല പേടിയുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ മുകളിലൂടെ എങ്ങാനും വീഴുമോയെന്ന്. കാരണം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ വീടിൻ്റെ മുകളിലോട്ട് ഒന്നും വീഴുവോ ഒരു നാശനഷ്ടം ഉണ്ടാകുമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഒത്തിരി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലരുടെ അപ്പുറത്തെ വീട്ടിൽ തെങ്ങൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നു. അതുപോലെ എല്ലാവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഇത്രയത്തിൽ അങ്ങ് പോയി കിട്ടിയെന്ന് വേണം പറയാൻ. പിന്നെ ചെറുതിലെയൊക്കെ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, രാത്രിയൊക്കെ മഴയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നാളെ അവധി കിട്ടുമല്ലോ, മഴ കാരണം അവധി തരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ആ ഒരു ചിന്താഗതിയേ മാറി. മഴ പെയ്യുമ്പോൾ പേടിയാണ് ഉണ്ടാകുന്നത്. കാരണം ആരുടെയൊക്കെ വീടുകൾ തകരുന്നു, എന്തൊക്കെ മരങ്ങൾ വീഴുന്നു, എന്തോ സംഭവിക്കുക ഒന്നും അറിയത്തില്ല. അത് കാരണം ഇപ്പോഴത്തെ ആ ഒരു ചിന്താഗതിയേ മാറിപ്പോയി അല്ലേ. ഇനി ഇതുപോലെ 3-4 ദിവസം മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അറിയത്തില്ല, അങ്ങനെ ആണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്ന് ഒരു പിടിയുമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക. പുറത്തോട്ടൊന്നും അധികം ഇറങ്ങണ്ട, അത്യാവശ്യത്തിന് മാത്രം ഇറങ്ങുകയും അതുപോലെ തന്നെ കറണ്ടിലുള്ള പണികളൊന്നും ചെയ്യാതെ ഇരിക്കുക. ഇപ്പം നമുക്ക് പവർ കട്ടാണ് മൊത്തത്തിൽ, എന്നാലും ചെന്ന് എന്തെങ്കിലും ഒക്കെ പിടിക്കുക ഒന്നും ചെയ്യാതെ ഷോക്ക് അടിക്കാതെ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഓമ നല്ല പരിചയമുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കുരങ്ങച്ചൻ വന്ന് എൻ്റെ ഓമയിലൊന്ന് ഓമയ്ക്കൊക്കെ എനിക്ക് പറിച്ച് തന്നിട്ട് പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊത്തിരി റീച്ചും ഉണ്ട്, കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ സെയിം ഓമയാണ് കേട്ടോ ഇത്. എന്തായാലും ചേട്ടന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നല്ല പണിയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും റബ്ബർ തോട്ടത്തിലൊക്കെ ആൾക്കാർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വിറക് പറക്കാനായിട്ട് ഒത്തിരി വിറക് കിടപ്പുണ്ട്. അപ്പം വിറകടുപ്പ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി പ്രയോജനമാണ്. അത് കാരണം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. മത്സരം വെച്ച് അവിടെ വിറക് പെറുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ രാവിലെ നടന്നോട്ടെ. ഞാനും എൻ്റെ ഓരോരോ കാര്യങ്ങളിലോട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.